ഹലോ, ഒരിക്കൽ കൂടി ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ നാടും ഇവിടുത്തെ കുറച്ച് ഇടവഴികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഇടവഴികളൊക്കെ കാണിച്ചു തരാനായിട്ട് ഈ ദിവസം എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതാണ് ഒരു സ്റ്റാർട്ടിങ് ഏരിയ എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് അതായത് വീട്ടിലേക്ക് വരാവുന്ന മെയിനായിട്ടുള്ള ഒരു വഴിയാണ് ഈ ഒരു വഴി. ഇത് ഞങ്ങൾ വെയിലെയും ഒരു മതിലിൻ്റെയും ഇടയ്ക്കൂടെ പോകുന്നൊരു വഴിയാണ് കേട്ടോ. ആ വഴി അവസാനിക്കുന്നത് ഈ ഒരു ഗ്രൗണ്ടിലോട്ടാണ് കേട്ടോ. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു പറമ്പാണ്. ഇവിടെ വന്നിട്ട് എല്ലാവരും ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാനായിട്ട് ചെക്കന്മാരൊക്കെ വരും. അല്ലാതെ ഇവിടെ സംസാരിച്ച് വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനൊരു പ്ലേസാണിത്. ഇതെന്ന് പറയുമ്പോൾ ഒത്തിരി മരങ്ങളും ചെടികളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നല്ല തണലാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല ഒരു കാറ്റും നല്ലൊരു ഫീലാട്ടോ. പിന്നെ ഇവിടെ ഒരു തോടുണ്ട്. ആ തോടാണ് അവിടെ കാണുന്നത്. പിന്നെ അങ്ങോട്ടൊരു പാലമുണ്ട്. ആ പാലത്തിൽ കയറി നേരെ ചെല്ലുന്നത് നമ്മുടെ മെയിൻ റോഡിലോട്ടാണ് പോകുന്നത്. മെയിൻ റോഡ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തീരദേശ റോഡിലോട്ടാണ് പോകുന്നത്. പിന്നെ ഈ ദിവസം ഈ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ആയിട്ട് ഒരു പുഴു പോകുന്നുണ്ട്. അതിനെ കണ്ടിട്ടാണ് എന്നെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര കൗതുകം. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഈ ഒരു പാലം കണ്ടില്ല, അതാണ് ഞാനിപ്പോൾ പറഞ്ഞ പാലം. ഇതൊരു തോടാണ്. ഇത് അഴുക്കൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. വെള്ളത്തിലൊക്കെ നല്ല അഴുക്കും ചെളിയൊക്കെയാണ്. പിന്നെ ഈ ഒരു പറമ്പിലെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓണപ്പരിപാടി, ക്രിസ്മസ് പരിപാടി, ഞങ്ങളുടെ ഒരു ഇവിടെ എന്തൊക്കെ പരിപാടിയുണ്ടോ അതൊക്കെ ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ വെച്ച് നടത്തും. പിന്നെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഇടവഴി കേട്ടോ. ഈ ഒരു വഴിയാണ് പണ്ട് കാലം തൊട്ടേ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചിരുന്ന വഴിയൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ള വഴിയാട്ടോ. ഇനി ഇത് നമ്മൾ ആദ്യം കണ്ട ആ തോടിൻ്റെ ബാക്കി തോടൊക്കെ പോയിക്കുന്നത് ഈ ഒരു ഏരിയയിൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ചേമ്പ്, ഇങ്ങനെയുള്ള ചെടികൾ, തുമ്പപ്പൂവ്, കമ്മൽപ്പൂവ്, അങ്ങനെ ഒത്തിരി പൂവൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് പൂക്കളൊക്കെ എടുക്കാറ്. അത് ഈ ഒരു പ്രദേശത്താട്ടോ. കാരണം ഇവിടെയാണ് കൂടുതൽ അങ്ങനെയുള്ള പൂവും ചെടികളൊക്കെ വളരുന്നത്. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലാണ് പണ്ട് കാലം തൊട്ടേ ഈ പാലം ഇവിടെ ഉണ്ട് കേട്ടോ. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പാലത്തിന്. കാരണം ഞങ്ങൾ കുഞ്ഞുകാലം, ഞങ്ങളുടെ അമ്മയൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു തോടിൽ എന്ന് പറയുമ്പോൾ ഈ തോട് പൂർണ്ണമായിട്ടും ചീത്തായിട്ടോ. വെള്ളമൊക്കെ ഭയങ്കരമായിട്ടും അഴുക്കായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് മാറിയും തോടൊക്കെ ഉണ്ടായിരുന്നു. തോടൊക്കെ മൂടിപ്പോയി. അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. പിന്നെ ഈ തോടിൻ്റെ അപ്പുറത്തായിട്ടാണ് എൻ്റെ അമ്മയുടെ വീട് കേട്ടോ. അതായത് ഞങ്ങളുടെ കുടുംബ വീട്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പെട്ടെന്ന് അത് പോയിട്ടോ. സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ് ഉൾപ്പെടുത്താനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ ഇവിടെ ഒരു തൊട്ടാവാട് നിൽക്കുന്നുണ്ട് കേട്ടോ. പണ്ട് തൊട്ടേ ഞാൻ ഈ തൊട്ടാവാട് കാണുമ്പോൾ അതും ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യട്ടോ. ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ചുരുങ്ങിപ്പോകുമല്ലോ. അപ്പോൾ അതും ഈ ദിവസം നിൽക്കുന്നതുകൊണ്ട് അവളെ കൂടെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഭയങ്കര കുറവാണ്. ഈ ദിവസമൊക്കെ ചിലപ്പോൾ വലുതാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ചെടികളൊന്നും പിന്നെ കാണാനുണ്ടായില്ല. അതുകൊണ്ട് അവൾ ഈ ഒരു ടൈമിലൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു തൊട്ടാവാടി. ഇപ്പോൾ നമ്മുടെ ഇടവഴിയൊക്കെ അതൊക്കെയാണ്. പിന്നെ കുറേ വഴികളൊക്കെ ഉണ്ട്. എനിക്ക് കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഞങ്ങൾ ഈവനിങ് ആണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു സന്ധ്യ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ വെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മങ്ങി വരുന്നൊരു നേരത്താണ് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ വാതിക്കലാണ്. ഇവിടെ ഞങ്ങൾക്ക് പേരമരം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പേരൊക്കെയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.